അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾക്കുള്ളതാണ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹാബിറ്റാണല്ലേ. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പോൾ നമുക്കൊന്നും സമയം കിട്ടാതെ നമുക്ക് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നടത്താൻ പറ്റാത്തൊരു ഹാബിറ്റ് കൂടിയായിരിക്കും ചില ആൾക്കാർക്ക്. ചില ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി തിമിർക്കുന്നുണ്ടാവും. പക്ഷേ ഓവർ ഉറങ്ങിയാലും പ്രശ്നമാണ്, കുറച്ച് ഉറങ്ങിയാലും പ്രശ്നമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ആവശ്യത്തിന് ഉറങ്ങണം. ഓക്കെ, കുറേ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ലേസി ആയിപ്പോവും. കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും, നമ്മളുടെ ബ്രെയിനൊന്നും ആക്റ്റീവ് ആവാൻ പറ്റില്ല. സോ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മളെ ബ്രെയിനും ഇതേപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണം കോൺസെൻട്രേഷൻ വേണം. കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ഒന്ന് റിഫ്രഷ്ഡ് ആക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണ്, നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ആപ്സ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോണ് ഹാങ് ആവാൻ തുടങ്ങും അല്ലേ. നമുക്കറിയുന്നതാണ്, ഫോൺ ഓട്ടോമാറ്റിക്കലി ഹാങ് ആവും. എന്തുകൊണ്ടാണ്? കുറേ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്യും. അതേപോലെ തന്നെ തുറന്നിരിക്കുന്ന ആപ്സൊക്കെ ക്ലോസ് ചെയ്ത് കുറച്ച് നേരം ഫോണിന് റെസ്റ്റ് കൊടുക്കും. അതേപോലെയല്ലേ മക്കളെ നമ്മുടെ ബ്രെയിനും. നമ്മളുടെ ബ്രെയിനിന് എന്ത് വേണം? റെസ്റ്റ് വേണം. എത്ര വേണം? മിനിമം ഓഫ് 6 to 7 hours സ്ലീപ്പ്. നല്ല കണ്ടിന്യൂസ് ഹെൽത്തി സ്ലീപ്പ്. ഓക്കെ, കണ്ടിന്യൂസ് ഹെൽത്തി സ്ലീപ്പ് ഇത് മസ്റ്റാണ്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കും ഉറങ്ങുന്നുണ്ടാവുന്നത്? കുറച്ച് നേരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വന്നു, കുറച്ചിറങ്ങി, പിന്നെ ഇരുന്ന് പഠിച്ചു, കുറച്ചിറങ്ങി, പിന്നെ ഇരുന്ന് പഠിച്ചു, കുറച്ചിറങ്ങി. ഇതൊരു ഹെൽത്തി സ്ലീപ്പല്ല. നമുക്ക് വേണ്ടത് കണ്ടിന്യൂസ് 6 to 7 hours സ്ലീപ്പാണ്. അവിടെ അതിനിടയിൽ ഒരു ഇൻറ്ററപ്ഷൻസും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമായിട്ട് ഉറങ്ങാൻ പറയുന്നത് 10 to 4 അല്ലെങ്കിൽ 10 to 5 ആണ് ബെസ്റ്റ് ടൈം സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. അതേപോലെ അതിന് ശേഷം നമ്മൾ ഏറ്റവും റിഫ്രഷ്ഡ് ആയിരിക്കും, നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്ന പറയുന്നത് രാവിലത്തെ ടൈം. കുറേ പേർക്കൊന്നും ഇൻക്ലൂഡിങ് മീ, എനിക്ക് ഈ ഒരു ടൈം പ്രാക്ടിക്കലാക്കാൻ പറ്റിയിട്ടില്ല. സോ നിങ്ങൾക്ക് പറ്റുന്ന, ചിലർക്ക് രാത്രി ഇരുന്നാലായിരിക്കും പഠിക്കാൻ പറ്റുക, ചിലർക്ക് രാവിലെ ഇരുന്നാലായിരിക്കും പഠിക്കാൻ പറ്റുക. സോ നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ച് മിനിമം എന്ത് ചെയ്യുക? ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും ഉറങ്ങാം. അപ്പോൾ നിങ്ങൾ ഒരു 12 മണിക്കാണ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ നിങ്ങളൊരു 7 മണി വരെയെങ്കിലും ഉറങ്ങാം. നിങ്ങൾ 11 മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ നിങ്ങളൊരു 6 മണിക്ക് എഴുന്നേൽക്കാം. അങ്ങനെ നിങ്ങളുടെ പഠിക്കുന്ന ടൈം, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്ന ടൈം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് എൻഷുർ ചെയ്യുക. അത് നമ്മുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യും, ബ്രെയിനിനെ നല്ല റിഫ്രഷ്ഡ് ആക്കും, നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും, പിന്നെ നമുക്കുള്ള ടൈം നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിന് ഏറ്റവും നല്ലൊരു ഹാബിറ്റ് നമ്മൾ വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് മിനിമം ഓഫ് 6 to 7 hours സ്ലീപ്പ്. സോ ഇത് നിങ്ങളെല്ലാവരും ഇനി പ്രാക്ടീസ് ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ. Exam winner. Crack your exams with Exam Winner and be